ഈ സിംല കൽക്കാട് ഈ ടോയ് ട്രെയിൻ എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ ഒരു ഇത് വേറെ തന്നെ ആണെന്ന് പറഞ്ഞിട്ടിങ്ങനെ. പക്ഷെ ഞാൻ വന്നിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നല്ല മഞ്ഞും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നൊക്കെ ഇവിടുന്ന് ഇപ്പം കൽക്കലേക്ക് പോയിട്ട് പുലർച്ചയ്ക്ക് അവിടുന്ന് തിരിച്ചുണ്ട്. അതിലെന്നൊക്കെ തിരിച്ചു വരാം രാവിലെ 10 മണിക്ക്. അപ്പം എന്നൊക്കെ വണ്ടി എന്നൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് സേഫാക്കി പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിനെ മൂഡ് കംപ്ലീറ്റ് നശിപ്പിച്ച്. ഞാനത് കരുതിയിട്ടാണ് വന്നത്. നമ്മൾ മൂന്നാളെന്നൊക്കെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. ഇവിടെ റിലേഷൻ സേഫ് ആയിരിക്കുമല്ലോ, എങ്ങനെ പേഡ് പാർക്കിംഗ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം പക്ഷേ ഞാൻ വിചാരിച്ച കംപ്ലീറ്റ് മാറി. ഞാൻ വിചാരിച്ച മാതിരിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ മൂഡ് പോയി. അപ്പോൾ ഞാൻ ഏതായാലും ആ ട്രെയിനിൽ കയറുന്ന തീരുമാനം തൽക്കാലത്തേക്ക് പോയി ഒഴിവാക്കി. അത് ഇനി അടുത്ത ഏതെങ്കിലും സീസണിന് വന്നിട്ട് ഞാൻ ചെയ്യാം. ഈ മാൾ റോഡിലെ രാത്രി കാഴ്ചതാണ്. രാത്രിയിലെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് രണ്ടാമത് വന്നതാണ്. പക്ഷേ ക്യാമറയിൽ എത്രമാത്രം രാത്രി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ 8 മണി 8-9 എന്തായി പോകണേ ആൾക്കാരൊക്കെ കഴിഞ്ഞ് ഷോപ്പുകളൊക്കെ കൂട്ടാണ്. അത് മെയിൻ ടൂറിസ്റ്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് എനിക്ക് തോന്നുന്നത്. ആ പള്ളി അത് രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് പള്ളി. അപ്പോൾ നേരത്തെ ഞാൻ മിസ്സായ ഇന്ദിരാഗാന്ധിൻ്റെ സ്റ്റാച്ചു. ഗുഡ് മോർണിംഗ്. ഓൾ ഇന്ത്യ കാർ ലൈഫ് തുടങ്ങിയിട്ടിരുന്നതിലേക്ക് സീസൺ തുടങ്ങിയിടുന്നതിലേക്ക് 13 ദിവസമായി. അപ്പോൾ ഞാൻ സിംല തന്നെ ഉള്ളത്. സിംല ഒരു 10 മണിയോടെ സിംലനോട് ഇവിടെ പറയും. ഇന്നലെ മിനിയാന്ന് രാത്രി വന്നിട്ട് നമ്മളെ സിംല പറഞ്ഞു. കറങ്ങിയെന്ന് പറഞ്ഞാൽ മാക്സിമം സ്ഥലത്ത് നമ്മൾ പാക്കേജൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ കഴിയണം. ഇനിയിപ്പോൾ നമ്മൾ കറങ്ങിയാറ് ഇനിയും 2-3 ദിവസം നിന്നാലേ സിനിമ മൊത്തം കണ്ട് സിംല മൊത്തം കണ്ട് സിനിമ എന്ന് പറഞ്ഞു സിംല മൊത്തം കണ്ട് കഴിയുള്ളൂ. അപ്പോൾ ഒരു ക്ലൈമറ്റ് തണുപ്പും കാര്യങ്ങളുണ്ടെങ്കിലും ഐസ് കാര്യങ്ങളൊന്നുമില്ല, മഞ്ഞ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സിംലൻ്റെ ഒരു മോർണിംഗ് കാഴ്ച ആണ് കാണാം. അങ്ങനെ മണാലിയിലേക്ക് ഇപ്പം ഒരു 100 കിലോമീറ്റർ കൂടെ കളിക്കുന്നത് 6 മണിക്ക് എത്തുമെന്നാണ് പറയുന്നത്. സിംലയിൽ നിന്നും രാവിലെ 9:30 മണിക്ക് പുറപ്പെട്ടതാണ്. ഈ സിംല മണാലി റോഡിൽ അവിടുന്ന് വരുന്ന സമയത്ത് ഇതിപ്പം സാധാരണ നോർമലായിട്ട് ചത്തിഗ്രാമിൽ നിന്ന് വരുന്ന റോഡിലേക്ക് എത്തി. പക്ഷേ സിംലയിൽ നിന്ന് വരുമ്പോൾ ഫുള്ള് അതിൻ്റെ ഒരു എന്താ പറയുക ഫുള്ള് ഹിൽസ് ഏരിയ തന്നെയാണ്. നമുക്ക് അത്ര സ്പീഡിലൊന്നും വരാൻ പറ്റില്ല വണ്ടി. എങ്ങനെയാണെങ്കിലും റോഡൊക്കെ നല്ല റോഡ് തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം മണാലി റോഡിലേക്ക് ഇത്രയും നേരം കുഴപ്പമില്ലല്ലോ. ഒരു 4 ലൈൻ റോഡ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മളെ പയാർ ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ്. രസക്കാലം എന്നൊക്കെ 2 സൈഡിലായിട്ട് അടിപൊളിയല്ലേ. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ എന്ത് രസം ഉണ്ടാവും. ഇതൊക്കെ അങ്ങോട്ട് കിട്ടാം. ഇതൊക്കെ മണ്ണ് ഇവിടെയൊക്കെ മണ്ണ് കെട്ടിന അല്ലേ, കല്ലൊക്കെ വീണ സ്ഥലം തന്നെ അത് കംപ്ലീറ്റ്. ഇത് ഈ പാറൊക്കെ മേലന്ന് വീണ് വീണായിരിക്കില്ല. ഇതൊക്കെ ഒരു പീസ് പാറ കെട്ടിങ്ങനെ ഇതൊക്കെ മേലന്ന് വീണ് തന്നെ ആയിരിക്കില്ല അല്ലേ. അവിടെ ഒരു പീസ് അതൊക്കെ അത് നല്ല രസമുണ്ട്. ഇതും
മഴയത്ത് ഇടിഞ്ഞായിരിക്കുമല്ലോ ഇതൊക്കെ പിന്നെ റോഡൊക്കെ ഇപ്പം ഉണ്ടാക്കിയല്ലേ പുതിയ റോഡത് നല്ല നല്ല ഇടിഞ്ഞിടും ഇതൊക്കെ സൈഡിലൊക്കെ നമ്മളൊരു ടീം ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ ഇവിടെ ഉണ്ടാക്കി ചാടൊക്കെ റോഡൊക്കെ പുതിയാണ് റോഡ് പൊളിഞ്ഞിട്ടുണ്ടാക്കിയാ കേട്ടോ അത് കഴിഞ്ഞ മഴയത്ത് പൊളിഞ്ഞത് ഓൾ ഇന്ത്യ കാർ ലൈഫിൽ സീസൺ 1 അവസാനത്തെ സ്റ്റേറ്റായ മണാലിയിലേക്ക് ഇനി ഏതാനും നിമിഷം മാത്രം. ഒരു 80 കിലോമീറ്റർ 90 കിലോമീറ്റർ 2 മണിക്കൂർ യാത്ര. അല്ല റൂമൊക്കെ സെറ്റാണ്. ആ യാത്രയിൽ എന്താ പറയുക, നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത ഒരു വഴിയല്ല ഇത്. ഇപ്പം ഒരു ഭീകരമായ വഴി. സത്യം ഒരുപാട് ഇങ്ങനെ കൊന്ന് ഇങ്ങനെ കയറുന്ന സമയത്ത് ഒരു എന്താ പറയുക ഫുള്ള് ഇതാണ് ശരിക്കും ഞാൻ പറഞ്ഞ ഒരു മലയോര പ്രദേശം നമ്മൾ പറഞ്ഞ മാതിരി ഫുള്ള് മലകൾ ഇടിഞ്ഞിട്ട് വഴികളിലൊക്കെ അത് ഒന്ന് പൊളിച്ചതായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഫുള്ള് ഇടിഞ്ഞിട്ടും കംപ്ലീറ്റ് മണ്ണിടിഞ്ഞിട്ടും അതൊക്കെ കണ്ടിപ്പോഴൊക്കെ എടുക്കുന്നു മണ്ണുകളൊക്കെ. പക്ഷേ പ്രകൃതി കാണാൻ എന്താ പറയുക അടിപൊളി കാഴ്ചകളാണ്. വീഡിയോയിൽ എത്ര കിട്ടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളി കാഴ്ചകളാണ്. അങ്ങോട്ട് നോക്കിയാൽ മലകളൊക്കെ എന്ത് രസാലേ. നമ്മളിപ്പോൾ വണ്ടി നിർത്തിയതിൻ്റെ ഈ റോഡിൻ്റെ താഴെ കൂടെ തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ് ഇവിടെ, പക്ഷേ കാണാം വൈറ്റ് കളറ്. പക്ഷേ വെള്ളത്തിൻ്റെ കളറ് കണ്ടെങ്കിൽ പച്ച കളർ വെള്ളം നല്ല ക്ലിയറായിട്ട് ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് എങ്ങനെ പോകുന്നുണ്ട്. അല്ല അതിൻ്റെ ഉള്ളിൽ ഇപ്പുറത്തേക്ക് പക്ഷേ കുറേ ഷെഡുകളൊക്കെ കാണുന്നുണ്ട്. വീടുകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. കുറച്ച് ഷെഡുകൾ, കുറച്ച് ആൾക്കാരുണ്ട്, തൊഴുത്തുകളുണ്ട്, പശുക്കളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പുറം ഒരു കെട്ടിടം കാണുന്നുണ്ട് നേരെ അപ്പുറത്ത്. റോഡ് ഞാൻ വിചാരിച്ചില്ലേ മനസ്സിങ്ങനെ വിചാരിച്ചു. ഇതൊക്കെ ഒരു അല്ലേ ഈ തുരങ്കം കഴിഞ്ഞപ്പോൾ അടുത്തൊരു വരത്തിന് ചിലപ്പോൾ നമുക്ക് ഈ റോഡ് കിട്ടൂല. ഈ തുരങ്കത്ത് കൂടെ ആയിരിക്കും അധികം ഏറെ 1 വർഷം കൂടി. കാരണം നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ തുടങ്ങിയപ്പോൾ 2-3 മല ഇപ്പോൾ നീട്ടിട്ടാ ഈ തുരങ്കം വരുന്നത്. ഇതിൻ്റെ എൻഡ് കാണാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് നമ്മളവിടെ കണ്ട് ഓപ്പണാക്കിയില്ല നല്ലോണം. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ എൻ്റെ എവിടെ എന്നുള്ളത് നോക്കാം. അമ്മ ഒരു പാലം വെച്ചിട്ടല്ലേ ഇതൊക്കെ ഈ റോഡ് ഇപ്പം ഇപ്പൊക്കെ എന്താ ഇപ്പോൾ ഭാവിയിലേക്ക് ഓർമ്മയായി മാറല്ലേ. ആ ദുരങ്കത്തിന്റെ ഇവിടെ വേറെ തുരങ്കം വരുന്നുണ്ട്. തുരങ്കം അടിപൊളി പാലം അല്ലേ. ഇവിടെ ഒരു പാലല്ലേ. ഈ പാലം ഇത് പാലം ഇതല്ല. ഇപ്പൊ മറ്റത് മേലെ ലൈറ്റ് ഇട്ടല്ല വരുന്നത് പുതിയത് മേലെ പാലം അല്ലേ. അപ്പൊ നമ്മളിപ്പോ പോണത് ഈ പാലത്തിൽ കൂടെ ആയിരിക്കും ഇല്ലേ. ഇത് വേറെ കിട്ടുള്ള പാലം, അത് വേറെ എന്തിനുള്ള പാലല്ലോ. അതിൽ വണ്ടി പോണ അത് പണിക്ക് കൺസ്ട്രക്ഷനുള്ള വണ്ടിയാന്ന് തോന്നുന്നില്ല. പിന്നെ ആ വണ്ടി വരെ മുകളിൽ പോണേ ലോറി അത് കൺസ്ട്രക്ഷനിലാണെന്ന് അതിലെ പുതിയത്. അത് ഓപ്പൺ ആക്കിയിട്ടില്ലല്ലോ. പിന്നെ ഇവിടുന്ന് ചെറിയൊരു പാലം കുറേ സ്ഥലത്ത് മണ്ണിടിച്ച് കിട്ടുമോ. ഇത് അമ്മയുടെ ലോക്കാടെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പുതിയ പാലം തന്നെ അല്ലോ. ഇത് ഇങ്ങോട്ടുള്ള അത് ബെൻഡാസ് അതാ ഇതിൻ്റെ പേരല്ലേ. ഇത് ആ ഭാഗത്തേക്കുള്ള ഒരു പാലാണ്.
നമ്മളിപ്പോൾ ദുബായിൽ അത് ആ തുരങ്കം അവിടെ നിന്ന് ഇതിലേക്ക് ടച്ച് ചെയ്തിട്ടോ മറ്റേ അവിടെ നിന്ന് പുതിയ ഓപ്പൺ ആവുന്നത് ഇതിലേക്ക് വരും. നമ്മൾ ദുബായിൽ ഇപ്പോൾ ഫുജേറ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ഇതില്ലേ അടുത്തടുത്തായിട്ട് അതേമാതിരി തന്നെ ഇതിപ്പോൾ 11ാമത്തെ ടണലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയത് 5ാമത്തെ കാരണം നമ്മൾ പൈത് വയ്ക്കുന്നതാണ് കാര്യം. 5ാമത്തെ ടണലാണ് കിട്ടാൻ പോയി. ഇതിപ്പോൾ ശരിക്കും ടണലൊക്കെ 11ാമത്താണ്. ആ പണി രണ്ടരോടെ കഴിക്കുന്നുണ്ട് വേറെ. അത് ഭയങ്കര ലെങ്തായിട്ട് അത് തോന്നുന്നു. ഇപ്പോൾ സംഭവം പൊള്ളിയാണ് കേട്ടോ. നമ്മുടെ കൺസ്ട്രക്ഷന് ഒരു രക്ഷയില്ല. എനിക്ക് എത്ര ഭയങ്കര തൊഴിലാളത് ഇത് ഇതുണ്ട്. മറ്റേ അങ്ങോട്ടുള്ളത് വേറെ തന്നെ വരുന്നത് ഡബിൾ ലൈൻ ഇപ്പോൾ 4 ലൈനൊക്കെ ഇത് വരുന്നത്. നല്ല നോക്കിയിട്ടുണ്ട്. ചെറുതൊന്നല്ല. 6 ലെന്ത് അല്ലേ? എത്ര? ഏയ് ഭയങ്കര നീളല്ലേ? അടി എത്ര ഇപ്പോൾ നല്ല നീളുണ്ട്. 4 കിലോമീറ്റർ ഉണ്ടോ അല്ലേ? ഇതിൽ ആൾക്കാർക്ക് നടക്കാനുള്ള ഇതുണ്ട് ഇപ്പോൾ. അതും വെച്ച് കഴിഞ്ഞാ വളർന്നു കഴിഞ്ഞോ? ഇല്ല, പിന്നെ എനിക്ക് ഇല്ല ഇല്ല നടത്തിയിട്ട് തുടങ്ങി. അത് കള പറ്റി. അതാ ഇതൊക്കെ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇത് 12ാമത്തെ അവിടെ ഇവിടുന്ന് കഴിഞ്ഞിട്ട് അടുത്ത 12ാമത്തേക്ക് വിട്ട് നാഷണൽ ഹൈവേ കിട്ടി. അത് കഴിഞ്ഞിട്ട് 12ാമത്തേക്ക് കിട്ടി. അടിപൊളി. സെയിം ഫുജേറ തന്നെ. ഇവിടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എത്ര എല്ലാം നോക്കാം. എത്ര വർഷത്തെ ഇതായിരിക്കില്ല കൊണ്ടുപോവാ. ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ആ വരുന്നതുണ്ടല്ലോ. അപ്പോൾ അത് ഒന്നും കൂടി ഇപ്പം നമ്മൾ പണിയെടുക്കുന്ന അതുകൂടി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പം നമ്മൾ കണ്ട മറ്റേ സൈഡ് കൂടെ വരുന്നുണ്ടല്ലോ മലൻ്റെ പാറിൻ്റെ കെട്ടുകൊണ്ടൊക്കെ സ്ഥലം അതൊക്കെ എന്തായി പോവും, ഇല്ലാതായി പോകും. ഒരു ന്യൂ ജനറേഷന് അത് ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷെ ഈസി ആയിരിക്കും യാത്ര. കഴിഞ്ഞില്ല, അത് അടുത്ത തന്നെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ വരുന്നു ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുന്നേ പോയതിനും അവിടുത്തെ റോഡ് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ. ചിലപ്പോൾ അടി കൂടെ ആയിരിക്കും. ഇത് കുറച്ച് പൊന്തിച്ചില്ല, പിന്നെ കുറച്ച് പൊന്തിച്ചില്ലല്ലോ. ഇത് താഴെക്കൂടുള്ള റോഡായിരിക്കും ചിലപ്പോൾ അല്ലേ. ഇത് നമ്മൾ 13ാമത്തെ ടണൽ വന്നപ്പോൾ അതിന് അതിൻ്റെ ഒരു എൻട്രൻസ് ഇതായി കിട്ടിയിട്ട് കേട്ടോ. പഴയ റോഡ് കണ്ടല്ലോ അപ്പോൾ ഇതിവിടെ ടണലില്ലേ, ഇവിടെ ടണൽ കാണും ചിലപ്പോൾ. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ അവിടെ നിന്നുണ്ടോ ഇത് കാണുന്നുണ്ടോ? അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ? പണി നടക്കുന്നുണ്ട് അവിടെ ടണലിൻ്റെ പണി. ടണലിൻ്റെ പണി നടക്കില്ലേ? ഇതോ കുറച്ച് അങ്ങനെ വരും അങ്ങോട്ടേക്ക്. പക്ഷെ 13 അതിൻ്റെ എൻട്രൻസ് കണ്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഇത് കാവണിച്ചല്ലേ, ക്ലിയർ ആവണിച്ചല്ലേ. പഴയ ടണലല്ലോ അല്ലേ മുന്നേ? പണി തീരാത്തതാണ്. പണി തീരാത്തതാണ്. പഴയ ടണൽ ഒന്നുമില്ല, ഒന്നും തേച്ചിട്ടൊന്നുമില്ല. ഫുള്ള് പാറ കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ അത് കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ജസ്റ്റ് ശരിക്കും ഇപ്പം ഈ പഴയ ടണലാന്ന് തോന്നി. ഇത്രയും കണ്ട ഓരോന്ന് കാണുമ്പോൾ നല്ല തോന്നും. പക്ഷേ അതിനെക്കാട്ടി ഇതിലൊന്നും കാണാനൊന്നും പിടിക്കാനൊന്നുമില്ല. വെളിച്ചം കുറവാണ്. പിന്നെ എന്താണ് ഈ തേപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ളൂ. പക്ഷെ നല്ല നീളത്തിൽ ഇതാണ്ടല്ലോ, ഭയങ്കര നീളം. നമ്മളിപ്പോൾ എത്ര ഇപ്പോൾ ഒരു 5 ഇഞ്ചിന് മേലെ ഇപ്പം നമ്മൾ 60-65 സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കണേ ഇതിൽ. അല്ല ഇനിയിപ്പോൾ കണ്ണെത്താ ദൂരത്താണ് അത്രയും ലെങ്താത്തില്ല. ഫൈനലി നമ്മൾ മണാലിലെത്തി. മണാലിൽ ഇപ്പോൾ നമ്മളെ ജാസ്മിൻ്റെ ബ്രദറെ വിവിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. നമ്മൾ റൂമിലേക്ക് പോകണേ. റൂം എങ്ങനത്തെ നോക്കാം. നല്ല തണുപ്പനാണ്. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല, അവരെല്ലാവരും ജാക്കറ്റ് ഇട്ടിക്കണേ. നമ്മളതിൻ്റെ വരുന്ന വഴിക്ക് ഇവർക്ക് സിമിലറിൽ ജാക്കറ്റ് ഇല്ലായിരുന്നു. അവിടെ കുറേ വാങ്ങാൻ നോക്കി കഴിഞ്ഞിട്ടില്ല. വരുന്ന വഴിക്ക് എന്തൊക്കെ ജാക്കറ്റൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ജാക്കറ്റ് ഇട്ടിട്ട് ചോത്താം. ഇന്നിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം തൊട്ട് ഞാൻ തീരെ ശ്രദ്ധിച്ചു. ഒന്നത് ഈ ക്യാപ്പ് ഉണ്ടാവുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. റെഡി കിട്ടി. രാവിലെ സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് കൈ കഴിയുന്നത് കംപ്ലീറ്റ് മരം കേട്ടോ. ഇത് കംപ്ലീറ്റ് മരത്തിൻ്റെ മേലേക്ക് താഴെ മരമാണ്.
ഇത് മാത്രം മേലെ കയറി വരി മേലെ കയറില്ലേ അടിപൊളി അറിയിട്ടോ അത് ഫുള്ള് ഫുഡാണ് താഴെ സ്റ്റെപ്പ് മാത്രം ഓ ഈ കിതപ്പ് വരുന്നത് നമ്മൾ 13,000 അടി മേലെ അതുകൊണ്ടോ മാഷാ അല്ലാ അടിപൊളി റൂമാണ് കേട്ടോ ഇത് റൂം ഇതാ സിഗരറ്റിന് ഇത് കാണുന്നുണ്ട് ഇതാണ് ഒരു കാഴ്ച റിവർ ഉണ്ട് എനിക്ക് രാവിലെ കാണാം റൂം അടിപൊളിയാണ് അങ്ങനെ റൂമിലൊക്കെ നമ്മൾ കയറി റൂമൊക്കെ അടിപൊളിയാണ് അത്യാവശ്യം ഞങ്ങൾ ഇത് നമ്മൾ വയനാട് ഉണ്ടായമായിട്ടുള്ള ഒരു ബെയിലി പാലല്ലേ അതേമാതിരി പാലല്ലേ മുന്ന ഒരു ഇതൊക്കെ പകൽ കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് ഇപ്പോൾ മനസ്സിലാവില്ല ഇല്ല മനസ്സിലാവില്ല ഇത് പകലാണ് അപ്പോൾ നമ്മൾ എന്ത് സ്പീഡിൽ വണ്ടി പോണേ പാലത്തിന് നമ്മൾ കൂടെ ഒത്തിരി സ്പീഡ് പോണേ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം റൂമൊക്കെ നമുക്ക് തിന്നാൽ അടിപൊളി റൂമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജേവിച്ചുള്ള ജാസ്മിൻ അവളെ ബ്രദറാണ് നമുക്ക് റൂം സെറ്റാക്കി തന്നിരിക്കുന്നത് പിന്നെ ഫുഡ് അവിടുന്ന് കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ നമ്മൾ ഈ ചെയ്തതിൽ വന്നല്ലേ മണാലി അപ്പോൾ ഒരു നൈറ്റ് വ്യൂ ഒന്ന് കാണാം എങ്ങനെ ഏതാണെന്നുള്ളത് നാളെ ചിലപ്പോൾ കഠിനം തണുപ്പ് നല്ല തണുപ്പാട്ടോ അവിടെ എത്ര ഡിഗ്രി തണുപ്പുണ്ടോന്ന് ചെക്ക് ചെയ്തില്ല ഞാൻ അപ്പം നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാം അതേമാതിരി നമുക്ക് ഇവിടെ ഒരു മാൾ റോഡ് ഉണ്ട് അവിടെ തന്നെ ഇത് കുറച്ച് ബിസിയുള്ളത് നമ്മൾ സിംലയിൽ കണ്ട അതേമാതിരിയാണോ അല്ലേ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്ന് സിംലയിൽ കൂടുതൽ വെജിറ്റേറിയൻ ഫുഡ് തന്നെ ഉള്ളത് ഇവിടെ എന്തൊക്കെ ഫുഡുകളുള്ളത് അതും നോക്കാം പിന്നെ ബാക്കി നാളെ എവിടെയൊക്കെ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എല്ലാം ഹോട്ടലിൽ ഇരുന്നിട്ട് വേണം തീരുമാനിക്കാൻ ഇന്നൊരു നാളെ തീരുമാനിച്ചിട്ട് ഇവിടെ എത്ര ദിവസം നിൽക്കണം 2 ദിവസമോ 3 ദിവസമോ എത്ര നിൽക്കണം സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാശ്മീർ പോകാനുള്ള എന്താ പറയുക ഭയങ്കര ഒരു മൂഡ് വന്നിട്ടോ കാരണം ഇവിടുന്ന് കാശ്മീരിലേക്കുള്ള ബോർഡുകൾ ലേയിലേക്കുള്ളതും ഇതിലേക്കുള്ള ബോർഡുകൾ കാണുമ്പോൾ ഭയങ്കര ഒരു ആവശ്യം പക്ഷെ ഞാൻ പോണില്ല സീസൺ 2 അതിന് ഷാമിലിൻ്റെ പരീക്ഷ കഴിയും 10ാം ക്ലാസ്സാണ് ഓനെ കൂട്ടാൻ വന്നതിന് ഇപ്പോൾ തന്നെ സങ്കടമല്ലോ എനിക്ക് പക്ഷേ ഇത് പ്രതീക്ഷിക്കാതുള്ള വരുത്തല്ലേ അപ്പോൾ ഓനെ കൂട്ടിയിട്ട് എന്തൊക്കെ സീസൺ 2 വരാം ആ സമയത്ത് ഡയറക്റ്റ് കാശ്മീർ കയറി തിരിച്ചു വരുമ്പോഴേ നമ്മൾ മണലിൽ കയറുള്ളൂ എന്നാലേ നമുക്ക് ഇവിടുന്ന് റൂട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കാം അങ്ങനെയാണ് അപ്പം പോയിട്ട് എന്താ ഫുഡ് കാര്യങ്ങളൊന്നും നോക്കാം നോക്കിയിട്ട് നമുക്ക് ഓക്കെ ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെ ഉണ്ടോ തൊട്ടടുത്ത് തന്നെ ഉള്ളത് ഫുള്ള് അപ്പോൾ അവിടെ കാണാത്ത സംഗതി ഓട്ടോറിക്ഷ മറ്റേ നമ്മൾ എന്താ പറയുക ഇവിടെ കംപ്ലീറ്റ് മറ്റേ ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിങ്ങനെ സിംലയിൽ ഓട്ടോ കണ്ടില്ല ഫുൾ ടാക്സി മാത്രമേ പക്ഷെ ഇവിടെ നിന്നുണ്ട് ഓട്ടോ കാണുന്നുണ്ട് ടാക്സികളുണ്ട് ഓട്ടോകളുണ്ട് ഇവിടെ അതേപോലെ തന്നെ മറ്റേ മാരുതി സുസുക്കിൻ്റെ 800ഉം ആൾട്ടോനാണ് ഇവിടെ കൂടുതൽ കാണുന്ന വണ്ടികൾ പിന്നെ ഫോസിൻ്റെ ട്രാവലർ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ 6:30-7 മണി ആ സമയമാണ് പക്ഷെ നല്ല റഷാണ് ഇവിടെ ഇപ്പോൾ അതേമാതിരി ആൾ കുറയാണ് കാരണം വെച്ചാൽ തണുപ്പ് അത്രയുണ്ട് മെയിൻ അതിനായിരിക്കും കുറേയുള്ള കാരണം ഇതും മാൾ റോഡ് തന്നെയാണ് അങ്ങോട്ടേക്ക് വണ്ടി ഇല്ല ഇവിടുത്തെ മാൾ റോഡ് തോന്നുന്നു നല്ല റഷാണ് നല്ലൊരു കാഴ്ച ഉണ്ട് അവിടെ പാവ് ബജി പിന്നെ ഇതാ ഇവിടെ ഗുലാബ് ജാമുൻ ജിലേബി അടിപൊളി ഫ്രഷായിട്ട് ഉണ്ടായിട്ട് സ്കൂളിലുണ്ടാക്കി കൊടുക്കാൻ
ഇതൊരു പ്രത്യേക നിലയാണ്. തൊട്ടപ്പുറത്തും അതന്നെ സ്വീറ്റ്സിൻ്റെ ഷോപ്പ് തന്നെ കംപ്ലീറ്റ് ഉള്ളത്. നല്ല തിരക്കട്ടോ, നല്ല മാർക്കറ്റ് നല്ല തിരക്കിലാണ്. അടുക്കൊരു മസാല പൊടി ഉണ്ടല്ലോ ഇവിടെ. അടുക്കൊരു മസാല പൊടി ഉണ്ടല്ലോ. ഒരു പല സുവനീർ ഷോപ്പുകൾ. ഇംഗ്ലീഷ് വൈൻ ഷോപ്പ്, ബിയർ ഷോപ്പ്. എങ്ങനെ